ഒരു കാര്യമുണ്ട്. ഫ്രാൻസ് ഇത്തവണ വേൾഡ് കപ്പിൽ നിന്ന് തോൽക്കാനും പുറത്താവാനും മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എടുത്തു നോക്കിയാൽ ആ ടീമിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള സസൂക്ഷ്മമായിട്ട് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഒരു ആയുധത്തിന് അവർ മനഃപൂർവ്വം ഉപയോഗിച്ചില്ല. ആരാണ് ആ ആയുധം? ആരാണ് ആ മനുഷ്യനെന്ന് ചോദിച്ചാൽ അത് എൻകോളോ കാൻഡെയാണ്. പാവം, ഒരു പരിഭവവുമില്ലാതെ എപ്പോഴും പന്തൊക്കെ തട്ടി പുഞ്ചിരിയോടുകൂടി നടക്കുന്ന ഒരു പാവ മനുഷ്യൻ. എന്താണ് അദ്ദേഹത്തിനെ ഇങ്ങനെ മാറ്റി നിർത്തിയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എത്ര മത്സരങ്ങൾ ഫ്രാൻസ് പന്ത് കളിച്ചു. നോർവേ ആയിട്ട് ഫ്രാൻസ് പന്ത് തട്ടി. ആ സമയത്ത് ഫ്രാൻസ് ഗ്രൂപ്പ് സ്റ്റേജിൽ വിജയിച്ച് നിൽക്കുകയാണ്. നോർവേ ആയിട്ട് ഫ്രാൻസ് ഏറ്റുമുട്ടിയ അവസരത്തിൽ നോർവേയുടെ ചെറിയ ടീമാണ് ഫ്രാൻസ് ആയിട്ട് ഏറ്റുമുട്ടിയത്. ആ മത്സരത്തിൽ നോർവേ തോൽക്കുകയും ചെയ്തു. എന്നിട്ട് പോലും ആ മത്സരത്തിൽ പോലും എൻകോളോ കാൻഡെ അവർ കളിപ്പിച്ചില്ല. മിഡ്ഫീൽഡിൽ ഇതുപോലെ കളിക്കാൻ പറ്റിയ ഒരു മികവുറ്റ താരം വേറെ ഇല്ല. ശരിക്കും പറഞ്ഞ് ഉപയോഗിക്കേണ്ട താരമാണ്. 2018 ഫ്രാൻസ് വേൾഡ് കപ്പ് നേടിയപ്പോൾ എൻകോളോ കാൻഡെയും പോഗ്ബയൊക്കെ കളിച്ച കളിയുണ്ടല്ലോ, കിടുവല്ലായിരുന്നു. എൻകോളോ കാൻഡെ ആയിരുന്നു നിശബ്ദനായ പോരാളിയായിട്ട് അവിടെ നിലനിന്നുകൊണ്ട് മിഡ്ഫീൽഡിൽ തന്ത്രങ്ങൾ മെനഞ്ഞ തന്ത്രജ്ഞൻ. ആ തന്ത്രജ്ഞനെ ഫ്രാൻസിന്റെ ആശാനും മറ്റ് സഹ ആശാമാരെല്ലാവരും കൂടി ഒതുക്കി വെച്ചു. സ്പെയിനായിട്ടുള്ള കളിയിൽ ഉപയോഗിക്കാമായിരുന്നു. ആ മനുഷ്യൻ വളരെ പ്രിയപ്പെട്ടവനാണ്, ഫുട്ബോളിന്റെ പ്രിയപ്പെട്ടവൻ. എനിക്ക് ഒത്തിരിയേറെ ഇഷ്ടമാണ് എൻകോളോ കാൻഡെ.